ഈ അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആരും കാണാൻ വഴിയില്ല ഈ അപ്പം. കാരണം ഒരു വീട്ടിലും ഈ അപ്പം അങ്ങനെ കാണില്ല. ഇത് എൻ്റെ അമ്മ സൃഷ്ടിച്ചുണ്ടാക്കി രൂപപ്പെടുത്തി ഉണ്ടാക്കിയ അപ്പമാണോന്ന് എനിക്കറിയില്ല. അതോ ഞങ്ങളുടെ കുടുംബക്കാർ. സത്യത്തിൽ ഈ അപ്പം കാണുമ്പോൾ നമുക്ക് ചിരി വരും. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അമ്മമാർ ഒരു സൂത്രം കണ്ടുപിടിച്ചതാണെന്ന് എനിക്ക് തോന്നണേ. കാരണം കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ എന്തെങ്കിലും കൊടുക്കണ്ടേന്ന് വെച്ചിട്ട് ആലോചിച്ചുണ്ടാക്കിയ ഒരു അപ്പം തോന്നും. അതിന് വെറുതെ അപ്പം എന്ന് പറയും. വെറുതെ ഉണ്ടാക്കണ അപ്പം. അതായത് കുറച്ച് അരി നൈസ് പൊടി എടുക്കുക, അരിപ്പൊടി. എന്നിട്ട് അതിൽ ചുവന്നുള്ളി വെളുത്തുള്ളി കുറച്ചിട്ടിട്ട് അരച്ച്, ചിലർ മുളക് പൊടി ഇടും. കുട്ടികൾക്കായാലും നമ്മളങ്ങനെ മുളക് പൊടി ഇടുക. വേണമെങ്കിൽ പച്ചമുളക് വേണമെങ്കിൽ ഇടാം. ചെറുതായിട്ട് ഒരു അര പച്ചമുളകും കാണും. അല്ലാണ്ട് അധികമൊന്നും ചേർക്കാൻ പറ്റില്ല, കാരണം ഇത് പൊട്ടിപ്പോരും ഉണ്ടാക്കുമ്പോൾ. പിന്നെ ഉപ്പ്, ലേശം വെള്ളമൊഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലവണ്ണം ഇങ്ങനെ നല്ല ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുറച്ചുകൂടി മുറുക്കം വേണം ചപ്പാത്തികൾ. അങ്ങനെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഉരുട്ടി നല്ല പരുവത്തിലെടുക്കുക. എന്നിട്ട് അത് ചെറിയ ഉരുളകളായിട്ട് പാത്രത്തിൽ വെച്ചിട്ട് അതിൽ ഈ ഫോർക്ക് കൊണ്ട് ഇങ്ങനെ അമർത്തുക. പരത്തിയെടുക്കുക. എന്നിട്ട് ഫോർക്ക് കൊണ്ട് അമർത്തിയിട്ട് വെളിച്ചെണ്ണയിലേക്കിടുക. അങ്ങനെ വെന്ത് വരുമ്പോൾ രണ്ട് സൈഡും മുരിഞ്ഞ് വരുമ്പോൾ മടക്കിയിട്ട് കുട്ടികൾക്ക് സ്കൂളിൽ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന ഒരു അപ്പമാണിത്. ഇത് പണ്ട് എനിക്കും അനിയത്തിക്കും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന പലഹാരങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ എന്നും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ വെളിച്ചെണ്ണ ഭയങ്കര ചിലവല്ലേ. അപ്പോൾ അമ്മ വൈകിട്ട് പള്ളിയിലേക്കൊക്കെ പോകും. അപ്പോൾ ഞങ്ങൾ സ്കൂൾ കോളേജിലൊക്കെ വിട്ട് വന്ന അമ്മ പള്ളിക്ക് ഒരു 4:45 പോയി കഴിഞ്ഞാൽ ഞാനും എൻ്റെ അനിയത്തിയും കൂടി സൂത്രത്തിൽ ഇതേപോലത്തെ ഓരോ അപ്പങ്ങളുണ്ടാക്കും. ഞങ്ങളുടെ സ്വയം അപ്പങ്ങൾ ഉണ്ടാക്കി എന്ന് വെച്ചാൽ നല്ല വിശപ്പുണ്ടാവും. എന്തെങ്കിലുമൊക്കെ അപ്പം അമ്മ തന്നിട്ടുണ്ടാവും, എങ്കിലും അതുകൊണ്ട് വിശപ്പ് മാറില്ല. ആ പ്രായം അതല്ലേ. അപ്പം ഞാനും അനിയത്തിയും കൂടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അരിയും റവയും കൂടിയിട്ട് വട അങ്ങനെയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കും. ഈ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളൊന്നും അറിയാത്ത പോലത്തൊക്കെ തിന്ന് വെളിച്ചെണ്ണ ഒന്നും അറിയാത്ത പോലെ വെളിച്ചെണ്ണ ഉപ്പിലേക്ക് ഇത് പകർത്തി വെക്കും. അല്ലെങ്കിൽ വെളിച്ചെണ്ണ അവസാനിപ്പിച്ചിട്ടുണ്ടാവും. ഞങ്ങൾ പാത്രമൊക്കെ കഴുകി ഒന്നും അറിയാത്ത പോലെ ഇരിക്കും. ഇങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല എന്നുള്ളത്. പക്ഷെ അമ്മയ്ക്ക് മനസ്സിലാവും. വെളിച്ചെണ്ണയുടെ കുറവൊക്കെ കണ്ട് അമ്മയ്ക്ക് അറിയാമല്ലോ. അമ്മ ഞങ്ങളെ പിടിക്കും. അങ്ങനെ കുറേ